ശ്രീമന്നാരായണീയം 45-ാം ദശകം ബാലലീല. ഹൈ സബലമുരാരേ പാണിജാനുപ്രചാരേ കിമപി ഭവനഭാഗാൻ പോഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകപാചൗ ചേരദോശ്ചാരുവേഗാൽ. അല്ലയോ ബലരാമസഹിതനായ മുരാരേ, മനോഹരമായ കാൽച്ചിലമ്പലി കേൾക്കുന്നതിൽ കുതുകം കൊണ്ടിരുന്ന നിങ്ങളിരുവരും താമരക്കാലുകളാൽ മുട്ടുകുത്തിക്കൊണ്ട് ഗൃഹാന്തർഭാഗങ്ങളിൽ വിഹരിച്ചു തുടങ്ങി. മൃദു മൃദു വികസന്തൗ ഉന്മിഷന്തന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഉജഗളിതകരാന്ത വ്യാലകൽക്കങ്കണാങ്കൗ മതിമുഖരതമുച്ചൈ പശ്യതാം വിശ്വൻറോണാം. കാണാൻ യോഗ്യതയുള്ള താമരക്കാലടികളും കൈത്തണ്ടയിൽ നിന്നിഴുകി വീണ് കരാഗ്രങ്ങളിൽ തങ്ങി നിൽക്കുന്ന വളകളും മനോഹരമായ ചെറുദന്തങ്ങൾ പ്രകാശിക്കുമാറ് പുഞ്ചിരി പൊഴിച്ചിരുന്ന നിങ്ങളുടെ മുഖങ്ങളിൽ ഇഴഞ്ഞിരുന്ന തലമുടിയും മൂലം നിങ്ങൾ കണ്ടു നിന്നവരുടെ എല്ലാം കരൾ കുളിർപ്പിച്ചു. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിദാനം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പദ്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവന വിദദാദേ കൗതുകം വാസുദേവ. കൗതുകാകുല നേത്രങ്ങളോട് കൂടിയ ഗോപന്മാർ പിടിക്കാനായി പിന്നാലെ വരുമ്പോൾ ശബ്ദമുണ്ടാക്കി ചിരിച്ച് ഓടിപ്പോവുകയും മുഖാംബുജങ്ങൾ പിന്നോക്കം തിരിച്ചു നോക്കുകയും ചെയ്തിരുന്ന നിങ്ങൾ ഏവർക്കും കൗതുകമുണ്ടാക്കി. ദ്രുതഗതിഷ പതന്താവുദ്ധിതൗ ലിപ്തപങ്കൗ ദിവിമുനഭിരവപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമതജനനേഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഖുരപി പരിരബ്ധൗ ദ്രാഗുവാൻ ചുംബിതചൗ. വേഗത്തിൽ നടക്കുമ്പോൾ തടഞ്ഞു വീഴുകയും തന്മൂലം ശരീരത്തിൽ ചെളി പുരളുകയും ചെയ്യുകയാൽ മാലിന്യമില്ലാത്തവരായ മഹർഷിവര്യന്മാർ അങ്ങയെ മന്ദസ്മിതത്തോടെ വന്ദനം ചെയ്തു. അപ്പോഴേക്കും ഓടിയെത്തിയ മാതാപിതാക്കന്മാർ അങ്ങയെയും ജ്യേഷ്ഠനെയും കരങ്ങളിൽ എടുക്കുകയും ആലിംഗനം ചെയ്ത് ചുംബിക്കുകയും ചെയ്തു. സ്നുതകുചപരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോദാ സ്തന്യദാ ധന്യധന്യാം കപടപശുപമധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യവക്ത്രം ജഹർഷ. ചുരന്ന മുലകളോടെ അങ്ങയെ മടിയിലിരുത്തി ദയാപരവശമായ മാനസത്തോടുകൂടി മുല കുടിപ്പിച്ചിരുന്ന യശോദ ധന്യരിൽ ധന്യ തന്നെ. അതിനിടയിൽ മായാപാലകനായ അങ്ങയുടെ മുക്തഹാസം സ്ഫുരിക്കുന്ന കുസുമ മുകുളോപമങ്ങളായ ചെറുദന്തങ്ങളുള്ള കോമളവദനത്തെ നോക്കി അങ്ങയുടെ മാതാവ് അത്യാനന്ദം അനുഭവിച്ചു. തദനു ചരണചാരി താരകൈ സാകമാര നിലയതൃഷുഖേലൻ ബാലചാപല്യശാലി ഭവനസുഖപിടാളാൻ വത്സകാംശാനുധാവൻ കഥപി കൃതഹാസൈർഗോപകൈർവാരിതോഭൂ. അനന്തരം പിച്ചുവെച്ച് നടക്കാൻ തുടങ്ങിയ അങ്ങ് ഗോപബാലകരോടൊത്ത് പരിസര ഗൃഹങ്ങളിൽ ചെല്ലുകയും ബാല്യകാല ചാബല്യം മൂലം ഗൃഹങ്ങളിലെ തത്തകൾ, പൂച്ചകൾ, പശുകിടാങ്ങൾ എന്നിവയെ പിന്തുടർന്ന് ഓടുകയും ചെയ്തപ്പോൾ ചിരിക്കുന്നവരായ മറ്റു ഗോപന്മാർ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അങ്ങയെ തടുത്തു നിർത്തി. ഹലധരസഹിതസ്തം യത്രോപാദോ
വിവശപതിതനേത്ര തത്ര തത്രൈവ ഗോപ്യ വിഗളിതഗൃഹകൃത്യ വിസ്മൃതാപത്യഃപൃത്യ മുരഹര മുഹുരത്യന്താകുല നിത്യമാസാൻ. ഹേ മുരാരെ, ബലരാമനോടുകൂടി അങ്ങ് സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം പുത്രഭൃത്യരെ പോലും മറക്കുകയും ഗൃഹകൃത്യങ്ങളിൽ ഉപേക്ഷ കാണിക്കുകയും ചെയ്തിരുന്ന ഗോപസ്ത്രീകൾ പരവശമായ നേത്രങ്ങളോടെ അങ്ങയെ നോക്കുകയും ദിനം പ്രതി കൂടുതൽ പരവശകളായി തീരുകയും ചെയ്തിരുന്നു. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപതമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുത്തമപ്യാപിബസ്തം. ഗോപികമാർ നൽകുന്ന പുതുവെണ്ണയിൽ ഇച്ഛ പൂണ്ട അങ്ങ് മധുരമായി പാടുകയും ചിലയിടത്ത് ഭംഗിയായി നൃത്തം വെച്ചും തരുണിമാർ സദയം നൽകിയ വെണ്ണ ചിലയിടത്ത് പുത്തനായി കാച്ചിയ പാലും വാങ്ങിക്കഴിച്ചു. മമ ഖലു ബലിഹേ ഗേഹേ യാചനം ജാതമാസ്ത മിഹ പുനരബലാനാമഗ്രതോ നൈവ കൂർവേ ഇതി വിഹിതമധികിം ദേവ സന്ധ്യജയാഞ്ചാം ദതികൃതം മഹരസ്ത്വം ചാരുണ ചോരണേന. ഞാൻ മഹാബലിയുടെ മുമ്പിൽ ചെന്ന് യാചിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇങ്ങനെ സ്ത്രീകളുടെ മുമ്പിൽ യാചിക്കാൻ ഭാവമില്ല. ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം നയജ്ഞനായ അങ്ങ് മനോഹരമായ രീതിയിൽ മോഷണം തുടങ്ങിയത്. തവതധികൃതമോഷേ ഘോഷയോഷാജനാന മഭജത കൃതിദോഷോ നാവകാശം ന ശോക ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗന്യസഥാസ്ത്വം സമമമ ശമയ രോഗാൻ വാദഗേഹാതിനാഥ. ഗോപസ്ത്രീകളുടെ വെണ്ണയും തൈരും മോഷ്ടിച്ചതുകൊണ്ട് അവരുടെ മനസ്സിൽ ശോകവും അങ്ങയെ പ്രതി ദേഷ്യവും സ്ഥാനം പിടിച്ചില്ല. അങ്ങ് അവരുടെ മനസ്സിനെയും മോഷ്ടിച്ച് ആനന്ദസാഗരത്തിലാഴ്ത്തി. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.